ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ് VWalk മെഡിക്കൽ ആപ്പ് നഴ്സിംഗ് ഡിപ്ലോമ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച ആശുപത്രികളിലും ഫാർമസികളിലും പരിശീലനം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് പ്രത്യേകാനുകൂല്യങ്ങൾ. കൂടാതെ ഓൺലൈൻ ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്. 9800 വനിതകൾക്ക് ജോലി നേടിക്കൊടുത്ത വടക്കാഞ്ചേരിയിലെ 28 വർഷത്തെ പാരമ്പര്യമുള്ള അംഗീകൃത സ്ഥാപനം. +2 തോറ്റവർക്കും ജയിച്ചവർക്കും പ്രവേശനം. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്, ഓട്ടുപാറ ബൈപ്പാസ് ജംഗ്ഷൻ, അറേബ്യൻ മെഡിക്കൽസിന് സമീപം, അറേബ്യൻ ടയേഴ്സിന് മുകളിൽ. തിരുവിൽമാമല മലേഷ്യമംഗലം പാടശേഖരത്തിൽ ലക്ഷങ്ങൾ ചിലവഴിച്ച് ആരംഭിച്ച റോഡ് നിർമ്മാണം പാതിവഴിയിൽ നിലച്ചതോടെ കർഷകരും നാട്ടുകാരും കടുത്ത യാത്രാക്ലേശത്തിലും ദുരിതത്തിലുമാണ്. ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷം രൂപ അനുവദിച്ചു തുടങ്ങിയ റോഡ് നിർമ്മാണം പാതി വഴിയിൽ നിലച്ചതോടെ കർഷകർ കടുത്ത പ്രതിസന്ധിയിലാണ്. തിരുവല്ലോമല ഗ്രാമപഞ്ചായത്തിലെ മലേഷ്യമംഗലം പാടശേഖരത്തിലെ കർഷകരാണ് ദുരിതത്തിലായിരിക്കുന്നത്. കർഷകർക്ക് കാർഷിക ആവശ്യങ്ങൾക്കായി പാടശേഖരത്തിലേക്ക് എളുപ്പത്തിൽ എത്തുന്നതിനാണ് കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് അംഗം ദീപ എസ് നായർ ഫണ്ട് അനുവദിച്ചത്. എന്നാൽ ചിലരുടെ വ്യക്തിപരമായ താൽപര്യങ്ങളും ഇടപെടലുകളും മൂലം റോഡ് നിർമ്മാണം പകുതിക്ക് വെച്ച് നിർത്തിവെക്കുകയായിരുന്നു എന്നാണ് ആക്ഷേപമുയർന്നത്. റോഡ് പണി മുടങ്ങിയതോടെ വിളവെടുത്ത നെല്ലും മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളും യഥാസമയം വിപണിയിൽ എത്തിക്കാനോ പാടശേഖരത്തിലേക്ക് ആവശ്യമായ വളവും മറ്റ് സാധനങ്ങളും എത്തിക്കാനോ കഴിയാതെ കർഷകർ വലയുകയാണ്. തടസ്സങ്ങൾ നീക്കി പദ്ധതി അടിയന്തരമായി പുനരുജ്ജീവിപ്പിക്കണമെന്നും ദുരിതത്തിലായ കർഷകരെ സഹായിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നും കർഷക മോർച്ച തിരുവല്ലോമല പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി മോഹനൻ ആവശ്യപ്പെട്ടു. കർഷകരുടെ യാത്രാക്ലേശത്തിന് പരിഹാരം കാണാൻ അധികൃതർ ഉടൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം. മലേഷ്യമംഗലം പാടശേഖരത്തിൽപ്പെട്ടിട്ടുള്ള കടവത്ത് തോട് 10 ലക്ഷം രൂപ പാസ്സാക്കിയിട്ട് ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷം രൂപ പാസ്സാക്കി അതിൻ്റെ റോഡ് പണി പകുതിയോളം എത്തിച്ചിട്ട് നിർത്തിവെച്ചു. അതിൽ 3 ലക്ഷം രൂപ ഇനിയും ബാക്കിയുണ്ട്. ചില തൽപര കക്ഷികളുടെ ഇടപെടൽ കാരണം അത് മുന്നോട്ട് പോയിട്ടില്ല ഇതുവരെ. അത് കൃഷിക്കാർക്ക്, മലേഷ്യമംഗലം പാടശേഖരത്തിലുള്ള കൃഷിക്കാർക്ക് റോഡ് ഇല്ലാത്തത് കാരണം കൊണ്ട് ട്രാക്ടറോ അല്ലെങ്കിൽ കൊയ്ത്ത് മെഷീനോ വരാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. വളരെയധികം ശോചനീയമായ ഒരവസ്ഥയിലാണ് ഇവിടുത്തെ കൃഷിക്കാർ. ആയതുകൊണ്ട് ഈ റോഡിൻ്റെ പുനരുദ്ധാരണം, അതായത് പുതിയതായിട്ട് ബാക്കി ചെയ്യാനുള്ളതും കൂടി ചെയ്ത് അതിന് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിട്ട് അതിൻ്റെ പൈസ ഉപയോഗിച്ച് അത് കെട്ടിത്തരണമെന്ന് അധികാരികളോട് അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ഡെസ്ക് CCV.